Hello everyone, welcome to part 2 of Species in News. കഴിഞ്ഞൊരു വർഷം UPC പോയിന്റ് ഓഫ് വ്യൂ സിഗ്നിഫിക്കൻ്റ് ആവുന്ന രീതിയിൽ ന്യൂസ് പേപ്പറിൽ വന്നിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് സ്പീഷീസിനെയാണ് നമ്മൾ ഈ ഒരു രണ്ട് വീഡിയോ സെറ്റായിട്ട് നമ്മൾ നോക്കുന്നത്. നമ്മൾ ഇതിൻ്റെ ഫസ്റ്റ് സെറ്റ് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ആ ഫസ്റ്റ് സെറ്റിലുള്ള ഒരു നമ്പർ ഓഫ് സ്പീഷീസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ബാക്കിയുള്ള കഴിഞ്ഞ ഒരു വർഷം വന്ന ബാക്കിയുള്ള ഇമ്പോർട്ടൻറ്റ് സ്പീഷീസും അവരെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ വി ഗോയിങ് ടു സ്റ്റാർട്ട് വിത്ത് ദി ഫസ്റ്റ് വൺ ഈസ് ഇന്ത്യൻ വൈൽഡ് ആസ്. ഇന്ത്യൻ വൈൽഡ് ആസ് എന്ന് പറയുമ്പോൾ നമ്മൾ നോർമലി നമ്മൾ കേരളത്തിലൊക്കെ കാണുന്ന അല്ലെങ്കിൽ തമിഴ്നാട്ടിലും മറ്റു സ്ഥലത്തൊക്കെ കാണുന്ന നോർമൽ ഡോങ്കീസ് അല്ല, വൈൽഡ് ആസ് ആണ്. അതായത് കുറച്ചുകൂടി എന്താ പറയുക, ഫോറസ്റ്റ് റീജിയനിൽ കാണുന്ന ആസ്, ഡോങ്കി അല്ലെങ്കിൽ വൈൽഡ് ആസ്. ഓക്കെ, സോ ഒരു IUCN റെഡ് സ്റ്റാറ്റസ് നിയർ ത്രെറ്റൻ ആണ്. അപ്പം അത്രത്തോളം പ്രശ്നമില്ല. സൈറ്റ്സ് അപ്പൻഡിക്സ് 2 ആണ്. WPA ഷെഡ്യൂൾ 1 ആണ്. ഇപ്പോൾ വൈൽഡ് ആസ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഏറ്റവും ആദ്യം പോകേണ്ടത് ഗുജറാത്ത്, രാജസ്ഥാൻ, അത്തരത്തിലുള്ള അവിടെയുള്ള ആരിഡ്, സെമി ആരിഡ് റീജിയൻസ്, അവിടേക്ക് നിങ്ങളുടെ തോട്ട് പോകണം. കാരണം അവിടെയാണ് ഈ വൈൽഡ് ആസ് കമ്മ്യൂണിറ്റിയെ കൂടുതലായിട്ട് കാണാൻ പറ്റുക. ഓക്കെ, സോ റിഗാർഡിംഗ് ദി ഇന്ത്യൻ വൈൽഡ് ആസ്, ദി പോപ്പുലേഷൻ ഓഫ് വൈൽഡ് വാസ് എസ്റ്റിമേറ്റഡ് റീസെന്റ്. ഇപ്പൊ ന്യൂസിൽ വരാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും റീസെന്റ് നമ്മൾ വൈൽഡ് ആസിന്റെ പോപ്പുലേഷൻ സെൻസസ് പോലെ ഒന്ന് എടുത്തിരുന്നു. ഇറ്റ്സ് എ സബ് സ്പീഷീസ് ഓഫ് ഏഷ്യൻ വൈൽഡ് ആസ്. ഏഷ്യൻ വൈൽഡ് ആസിന്റെ ഒരു സബ് സ്പീഷീസ് ആണ് ഇന്ത്യൻ വൈൽഡ് ആസ് എന്ന് പറയുന്നത്. ലോക്കലി നോൺ ആസ് ഖുർ ഇൻ ഗുജറാത്ത് റീജിയൻ. നോക്കി വെക്കണേ, ഗുജറാത്ത് റീജിയനിൽ ഖുർ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നു. ഇറ്റ് പൊസസസ് റിമാർക്കബിൾ എബിലിറ്റി ടു സർവൈവ് ഇൻ എക്സ്ട്രീം കണ്ടീഷൻസ് ഓഫ് ഗുജറാത്ത് വൈൽഡ് ആസ് സാങ്ച്വറി. അപ്പൊ എവിടെയാണ് ഇവരുടെ മേജർ ഹാബിറ്റാറ്റ് വരുന്നത്? ഗുജറാത്ത്, രാജസ്ഥാൻ റീജിയനിലാണ്. അപ്പൊ അവിടുത്തെ എക്സ്ട്രീം കണ്ടീഷൻസിൽ ജീവിക്കാൻ കേപ്പബിൾ ആണ് ആര്? ദിസ് പർട്ടിക്കുലർ wild ass എന്ന് പറയുന്നത്. The primary food source for these animals is the grass that grows on the islands in the desert. ഈ ഡെസേർട്ട് റീജിയനിലെ ഗ്രാസ് ആണ് ഇവരുടെ മേജർ ഫുഡ് സോഴ്സ്. അപ്പിയറൻസ് നോക്കിക്കഴിഞ്ഞാൽ they have a distinct white marking on the anterior part of the rump and on the posterior part of the shoulder. അവിടെ ഒരു white marking ഷോൾഡറിന്റെ ഭാഗത്തായിട്ട് വരുന്നു. Stripes down the back that is bordered by white. ഡിസ്ട്രിബ്യൂഷൻ നോക്കിക്കഴിഞ്ഞാൽ ഒരു സമയത്ത് നോർത്ത് വെസ്റ്റേൺ ഭാഗത്ത്, പാകിസ്ഥാൻ ഭാഗത്ത് എല്ലായിടത്തേക്കും വൈഡ് സ്പ്രെഡ് ആയിരുന്നു. പക്ഷെ ഇപ്പോൾ കൂടുതലായിട്ട് നമുക്ക് എവിടെ കാണാൻ പറ്റുക? ഗുജറാത്തിന്റെ റാൻ ഓഫ് കച്ച് ഭാഗത്താണ് കൂടുതൽ കാണാൻ പറ്റുക. ഡെസേർട്ട് ഗ്രാസ് ലാൻഡ് എക്കോസിലാണ് ആരെ കാണുന്നത്? വൈൽഡ് ആസ്, ഇന്ത്യൻ വൈൽഡ് ആസിനെ കാണുന്നത്. ഓർത്ത് വെച്ചേക്കുക, ഗുജറാത്ത് റീജിയൻ ആണെന്ന് ഓർത്ത് വെക്കാം. അടുത്ത സ്പീഷീസ് ഇന്ത്യൻ സ്റ്റാർ ടോർട്ടോയ്സ്, നക്ഷത്രാമ. ഒരു കാലഘട്ടത്തിൽ സ്ഥിരമായി ന്യൂസിൽ വരുന്നതായിരുന്നു. കാരണം എന്താ? നക്ഷത്രാമയെ കൈവശം വെച്ച് കഴിഞ്ഞാൽ ഭാഗ്യമാണെന്ന് പറഞ്ഞതിന്റെ കടത്ത് എന്നൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഇന്ത്യൻ സ്റ്റാർ ടോർട്ടോയ്സ് നമുക്ക് നോക്കാം. IUCN സ്റ്റാറ്റസ് വൾണറബിൾ ആണ്, എൻഡേഞ്ചർഡ് അല്ല, വൾണറബിൾ ആണ്. ധാരാളം വൈൽഡ് ലൈഫ് ക്രൈമിലൊക്കെ ഇരയാവുന്നതാണ് ഈ പറയുന്ന ഇന്ത്യൻ സ്റ്റാർ ടോർട്ടോയ്സ്. പക്ഷെ എന്നാലും വൾണറബിൾ ആണ്. സൈറ്റ്സ് അപ്പൻഡിക്സ് 1 ആണ്. WPA ഷെഡ്യൂൾ 1 ആണ്. ഇന്ത്യൻ സ്റ്റാർ ടോർട്ടോയ്സ് നിങ്ങൾക്ക് അതിന്റെ ആ തോട് കാണുമ്പോൾ അറിയാലോ, സ്റ്റാർ പാറ്റേൺസ്, അതാണ് അതിന്റെ സിഗ്നിഫിക്കൻസ്. So star tortoise നോക്കിക്കഴിഞ്ഞാൽ recently researchers have identified 2 genetically distinct groups of Indian star tortoise species, namely northwestern and southern species. ഏറ്റവും റീസെന്റ് ആയിട്ട് നമ്മൾ സ്റ്റാർ ടോർട്ടോയ്സിനുള്ളിൽ തന്നെ ഇന്ത്യയിൽ 2 സ്പീഷീസ് ഉണ്ടെന്ന് കണ്ടുപിടിച്ചു. ഒന്ന് നോർത്ത് വെസ്റ്റേണും മറ്റൊന്ന് സത്തേണും. They occupy a wide variety of habitats including semi-arid lowland forest, thorn scrub forest, semi-deserts and arid grasslands. ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ നോർമൽ ടോർട്ടോയ്സ് എന്ന് പറഞ്ഞാൽ വെള്ളമുള്ള സ്ഥലത്ത് കാണുന്ന രീതിയിൽ നമ്മൾ ചിന്തിക്കും. ഇന്ത്യൻ സ്റ്റാർ ടോർട്ടോയ്സിനെ നമുക്ക് സെമി ആരിഡ് കണ്ടീഷൻസിലും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സ്ക്രബ് അല്ലെങ്കിൽ തോണി കണ്ടീഷൻസിലും കാണുവാൻ പറ്റുന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കാം. It is endemic to the subcontinent and resides in arid pockets of northwest India. Arid regionsലാണ് കൂടുതൽ കാണുന്നത്. South India and Sri Lanka. However, members of the species have also been found in people's homes as far as Canada and the US. അവിടേക്ക് കടത്തിയിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. സോ ബേസിക്കലി ഇതെന്താണ്? ഇറ്റ് ഇസ് എൻഡമിക് ടു ദി ഇന്ത്യൻ സബ് കോണ്ടിനെന്റ്. ശ്രദ്ധിക്കുക, ഇന്ത്യ എന്നല്ല പറയുന്നത്, ഇന്ത്യൻ സബ് കോണ്ടിനെന്റ്. കൂടുതലും ഡ്രയർ കണ്ടീഷൻ, സെമി ആരിഡ് കണ്ടീഷൻസിലാണ് നമുക്ക് ഈ പെർട്ടിക്കുലർ ഇന്ത്യൻ സ്റ്റാർ ടോർട്ടോയ്സിനെ കൂടുതൽ കാണുക എന്നുള്ള കാര്യം ഓർത്ത് വെക്കാം. അപ്പൊ ഇവരെ ഹാബിറ്റാറ്റ് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ UPC ചോദിക്കുമ്പോൾ ആ ഹാബിറ്റാറ്റ് ഒത്തുവരുന്ന സാങ്ച്വറീസോ അല്ലെങ്കിൽ സ്റ്റേറ്റ്സോ റീജിയൻസോ അറിയാമെങ്കിൽ നമുക്ക് അത്തരത്തിൽ ഗസ് എടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് പറഞ്ഞു തരുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് ജനറലി crepuscular, which means they are active in the early morning and late afternoon during dry hot weather. Early morningലും late afternoonലാണ് അവർ ബേസിക്കലി ആക്റ്റീവ് ആയിട്ട് വരുന്നത്. They are mainly herbivorous and mostly eat grasses, herbaceous leaves and flowers. അപ്പോൾ ഇന്ത്യൻ സ്റ്റാർ ടോർട്ടോയ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബേസിക്കലി ഹെർബിവോർസ് പ്ലാന്റ്സ് ആണ്, ഹെർബിവോർസ് ആനിമൽസ് ആണെന്ന് ഓർത്ത് വെക്കാം. ടോർട്ടോയ്സ് കഴിഞ്ഞാൽ അതേ ഫാമിലിയിൽ നമുക്ക് ഉൾപ്പെടുത്താം
ദാറ്റ് ഈസ് ഒലീവ് റിഡ്ലി ടർട്ടിൽസ്. എല്ലാ വർഷവും ന്യൂസിൽ വരും ഒലീവ് റിഡ്ലി ടർട്ടിൽസ് അല്ലെ. എന്താ ഒലീവ് റിഡ്ലി ടർട്ടിൽസ് എല്ലാ വർഷവും ന്യൂസിൽ വരുന്നത്? ഒലീവ് റിഡ്ലി ടർട്ടിൽസ് എന്നുള്ള ടർട്ടിൽസിന്റെ വൺ ഓഫ് ദി മേജർ നെസ്റ്റിംഗ് ഗ്രൗണ്ട് ആണ് ഇന്ത്യയിലെ ബീച്ചസ്, എസ്പെഷ്യലി ദി ഈസ്റ്റേൺ ബീച്ചസ് ഓഫ് ഇന്ത്യ. നമ്മുടെ ഒഡീഷ ഭാഗത്തും ആന്ധ്രാപ്രദേശ് ഭാഗത്തും ഈ ഒലീവ് റിഡ്ലി ടർട്ടിൽസ് വന്ന് കൂട്ടമായി വന്ന് അവരുടെ ലൈക്ക് ദേ ലേ ദെയർ എഗ്സ് ഓവർ ദെയർ. അത്തരത്തിൽ അവർ മുട്ടയിട്ട് പോകുന്ന ആ ഒരു ലൈക്ക് അവിടെയുള്ള ലൈക്ക് ആ ഫോർമേഷനെ പറയുന്നതാണ് അരിബാഡ ഫോർമേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ലൈക്ക് ആ മുട്ട വരുന്ന എല്ലാ വർഷവും ഈ ഒലീവ് റിഡ്ലി ടർട്ടിൽസിന്റെ കുഞ്ഞുങ്ങൾ ഇറങ്ങി പോകുന്നത് സ്ഥിരമായി ന്യൂസിൽ വരുന്ന ഒരു പിക്ചറാണ്. So, Olivia Ridley turtles, IUCN Red List vulnerable, CITES Appendix 1, WPA Schedule 1. Okay? So, എന്താണ് ഇവരുടെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. These turtles are carnivores and get their name from their olive colored carapace. അതായത് ഇവരുടെ തോടിന് ഒരു ഒലീവ് കളറാണ്. അപ്പൊ ആ ഒലീവ് കളർ ഉള്ളത് കൊണ്ടാണ് നമ്മൾ അതിനെ ഒലീവ് റിഡ്ലി ടർട്ടിൽസ് എന്ന് വിളിക്കുന്നത്. They are best known for their unique mass nesting called Aribada, where thousands of females come together on the same beach to lay eggs. അതാണ് ഞാൻ പറഞ്ഞത്, thousands of females വന്നിട്ട് അവർ അവിടെ വന്ന് എഗ് ഇട്ടിട്ട് പോകും. അതാണ് അവരുടെ അരിബാദ എന്ന് പറയുന്ന നെസ്റ്റിംഗ് പ്രോഗ്രാം. They are found in warm waters of Pacific, Atlantic and Indian Ocean. അപ്പോൾ ഇന്ത്യൻ ഓഷ്യനിൽ മാത്രമല്ല പസഫിക്കും അറ്റ്ലാന്റിലും കാണാൻ പറ്റും. ഒഡീഷാസ് ഗഹീർമാത മറൈൻ സാങ്ച്വറി ഓർത്ത് വെക്കണേ is known as the world's largest rookery. അതായത് ഇവരെ ഏറ്റവും വലിയ അർത്ഥത്തിലുള്ള ഫോർമേഷൻ വരുന്ന എവിടെയാണ്? ഒലീവ് ഫോർമേഷൻ അല്ലെങ്കിൽ അവരുടെ എഗ് ലേയിങ് ഫോർമേഷൻ വരുന്ന എവിടെയാണ്? ഗഹീർമാത സാങ്ച്വറി ഇൻ ഒഡീഷ. നമ്മുടെ ബിറ്റർഗണിക മാംഗ്രോവ്സിനൊക്കെ അടുത്തായിട്ട് വരും. നോക്കുക, ഓപ്പറേഷൻ ഒലീവിയ ഈ പറയുന്ന ഒലീവ് റിഡ്ലി ടർട്ടിൽസിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി വന്ന പ്രോഗ്രാമാണ് ഓപ്പറേഷൻ ഒലീവിയ. അപ്പോൾ ശ്രദ്ധിക്കുക, ഓപ്പറേഷൻ ഒലീവിയയുടെ ഫംഗ്ഷൻ ചെയ്യുന്നത് ലൈക്ക് നാഷണൽ ബയോഡൈവേഴ്സിറ്റി അതോറിറ്റിയോ ഒഡീഷ ഗവൺമെന്റോ അല്ലെങ്കിൽ എൻവയോൺമെന്റ് മിനിസ്ട്രിയോ അല്ല. ഇറ്റ് ഈസ് ബേസിക്കലി ഡൺ ബൈ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ്. നമ്മൾ അധികം പ്രതീക്ഷിക്കാത്ത ഒരു ടീമാണല്ലോ. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ആണ് ഓപ്പറേഷൻ ഒലീവിയ ചെയ്യുന്നത്. അതൊന്ന് കൃത്യമായിട്ട് ഓർത്ത് വെച്ചേക്കാം. ദാറ്റ് ഈസ് ഒലീവ് റിഡ്ലി ടർട്ടിൽസ്. ദെൻ അടുത്തൊരാള് ഗാൻജറ്റിക് ഡോൾഫിൻ. ഗംഗയിൽ വരുന്ന ലൈക്ക് നമ്മുടെ ഡോൾഫിൻ സ്പീഷീസിൽ വരുന്ന ഗാൻജറ്റിക് ഡോൾഫിൻ. IUCN റെഡ് ലിസ്റ്റ് നോക്കിയാൽ എൻഡേഞ്ചേർഡ് ആണ്. സൈറ്റ്സിൽ അപ്പൻഡിക്സ് 1 ആണ്. WPA ഷെഡ്യൂൾ 1 ആണ്. ഓക്കെ, സൈറ്റ്സിൽ അപ്പൻഡിക്സ് 1 ആണ്. WPA ഷെഡ്യൂൾ 1 ആണ് ആര്? ഗാൻജറ്റിക് ഡോൾഫിൻ. സോ റിഗാർഡിംഗ് ഗാൻജറ്റിക് ഡോൾഫിൻ, ഗാൻജറ്റിക് ഡോൾഫിൻ എന്ന് പറയുമ്പോൾ ഗംഗ റിവേഴ്സിൽ ജീവിക്കുന്ന ഡോൾഫിൻ. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ്? ഫ്രഷ് വാട്ടറിൽ ജീവിക്കുന്ന ഡോൾഫിൻ ആണ്. ബാക്കിയുള്ള ഡോൾഫിൻ നമ്മൾ കടലിലല്ലേ, സോൾട്ട് വാട്ടറിലല്ലേ കാണാൻ പറ്റുക. അപ്പോൾ ഗാൻജറ്റിക് ഡോൾഫിൻ വിൽ ബി ലൈക് ഫ്രഷ് വാട്ടർ ഡോൾഫിൻ ആണ് അല്ലെങ്കിൽ സോൾട്ട് വാട്ടർ ഡോൾഫിൻ ആണെന്ന് പറയുമ്പോൾ ഫ്രഷ് വാട്ടർ ആണ് സോൾട്ട് വാട്ടർ നമ്മൾ ആലോചിക്കുമ്പോൾ എങ്ങനെയാണ്? റിവറിൽ ജീവിക്കുന്ന അപ്പോൾ ഫ്രഷ് വാട്ടർ എന്ന് ഓർത്ത് വയ്ക്കുക. It is essentially blind and hunt by emitting ultrasonic sounds. അവരെ പറ്റിയ സിഗ്നിഫിക്കന്റ് പോയിന്റ് ആണ്. ഗാൻജറ്റിക് ഡോൾഫിന് കണ്ണ് കണ്ടുകൂടാ. അവർ അൾട്രാസോണിക് സൗണ്ട് വെച്ചിട്ടാണ് അവരുടെ പ്രേനെ ഡിറ്റക്ട് ചെയ്യുന്നതും അല്ലെങ്കിൽ മുന്നിലെ ഡേഞ്ചർ ഡിറ്റക്ട് ചെയ്യുന്നതും. അപ്പോൾ അതുകൊണ്ട് തന്നെ they are known as സൂസു. സൂസു എന്ന് അറിയപ്പെടും ആര്? ഗാൻജറ്റിക് ഡോൾഫിൻ. It has a sturdy yet flexible body with large flippers and low triangular dorsal fin. Fin triangular ചെറുതാണ്. Calves are chocolate brown at birth and then have grey brown smooth hairless skin as adults. അപ്പോൾ ജനിക്കുമ്പോൾ ചോക്ലേറ്റ് ബ്രൗൺ കളറാണ്. ഫീമെയിൽസ് ആർ ലാർജർ ദാൻ മെയിൽസ്. അതൊന്ന് ഓർത്ത് വെച്ചേക്കണേ. ഫീമെയിൽസ് ആർ ലാർജർ ദാൻ മെയിൽസ് ആൻഡ് ഗിവ് ബർത്ത് വൺസ് ഇൻ 2 to 3 years ബട്ട് ഓൺലി 1 calf. ഓക്കെ, 2 to 3 years കൂടുമ്പോഴാണ് അവർ ജന്മം കൊടുക്കുന്നത്. ഒരു കുട്ടിക്കാണ് ഒറ്റ സമയം ലൈക്ക് അവർ ജന്മം കൊടുക്കാം. അപ്പോൾ ലൈക്ക് ഫീമെയിൽസ് ആർ ലാർജർ ദാൻ മെയിൽസ് എന്ന കാര്യം ഓർത്ത് വെക്കാം. ഗാൻജറ്റിക് ഡോൾഫിൻ ഗംഗ റിവറിൽ മാത്രം എന്ന രീതിയിൽ ആയിരുന്നില്ല. ഗംഗ, ബ്രഹ്മപുത്ര, മേഘ്ന ഒക്കെ റിവർ സിസ്റ്റത്തിൽ കാണാമായിരുന്നു. ഇപ്പോൾ പോപ്പുലേഷൻ കുറവാണ്. ആൻഡ് ഗാൻജറ്റിക് ഡോൾഫിൻ ഓൺലി പ്രസന്റ് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് തെറ്റാണ്. നേപ്പാൾ, ബംഗ്ലാദേശിലൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഗാൻജറ്റിക് ഡോൾഫിനെ കാണുവാൻ പറ്റും. ഗാൻജറ്റിക് ഡോൾഫിൻ കഴിഞ്ഞാൽ അടുത്ത സ്പീഷീസ് ആണ് ഡുഗോങ് എന്ന് പറയുന്ന സ്പീഷീസ്. ഡുഗോങ് ഇതിനെ വിളിക്കുന്ന മറ്റൊരു പേര് സീ കൗ എന്നാണ്. സീ കൗ, കടലിലെ പശു. നമുക്ക് കാണാൻ പറ്റും ഒരു വലിയ സ്ട്രക്ചർ. ഒരു 2 ഫിൻസ് ആയിട്ട് ഫ്രണ്ടിലുണ്ട്. ബാക്കിൽ ഒരു ടെയിൽ ലൈക്ക് സ്ട്രക്ചർ ഉണ്ട്. കഴുത്തില്ല, നോ നെക്ക്. IUCN റെഡ് ലിസ്റ്റ് നോക്കിയാൽ വൾണറബിൾ ആണ്. സൈറ്റ്സ് അപ്പൻഡിക്സ് 1 ആണ്. WPA ഷെഡ്യൂൾ 1 ആണ്. വൾണറബിൾ ആണ്, അത്ര എൻഡേഞ്ചർ ഒന്നല്ല. ഡുഗോങ് ഓർ സീ കൗ നോക്കാം. ഡുഗോങ് ശ്രദ്ധിക്കാം. ദ ഡുഗോങ് ഓൾസോ കോൾഡ് ആസ് ദി സീ കൗ ഇസ് എ ഹെർബിവോറസ് മാമൽ. കൗ പോലെ തന്നെ ഹെർബിവോറസ് ആണ്, മാമൽ ആണ്. ഡിസ്ട്രിബ്യൂഷൻ നോക്കിക്കഴിഞ്ഞാൽ ഫൗണ്ട് ഇൻ ഓവർ 30 countries and in India are seen in Gulf of Mannar, Gulf of Kutch,
പാക് ബേ ആൻഡ് ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സ്, എസ്പെഷ്യലി സദേൺ ഭാഗത്താണ് കാണുന്നത് കൂടുതൽ. ഗൾഫ് ഓഫ് മാന്നാർ, പാക് ബേ, ആൻഡമാൻ നിക്കോബാർ ഭാഗത്ത്, ഗൾഫ് ഓഫ് കച്ചിലും ഉണ്ട്. ഓക്കെ, it has a tapered body that ends in a deep notched tail or fluke. The forelimbs are rounded flippers lacking nails. There are no hind limbs nor any discernible neck. Neck illa, back limbs illa, hind limbs illa. They are long lived animals up to 73 years. 73 വയസ്സ് വരെ ആയുസ് ഉണ്ടാവുന്ന പറയുന്നത്. India's first conservation reserve for dugong was set in Gulf of Mannar, പാക് ബേ. നമ്മുടെ സൗത്തിലുള്ള ഗൾഫ് ഓഫ് മാന്നാർ, പാക് ബേയില് ആദ്യത്തെ we have the first dugong കൺസർവേഷൻ റിസർവ്. അവിടെ ഇന്ത്യയിലെ ആദ്യത്തെ, that is in ഗൾഫ് ഓഫ് മാന്നാർ. ഇതാണ് ഡുഗോങ് അഥവാ സീ കൗ. ഓർക്കേണ്ടത് മാമലാണ്, ഹെർബിവോറസ് ആണ്, 73 years വരെ ആയുസ് ഉണ്ട് എന്നുള്ള കാര്യമൊക്കെ ഒന്ന് ഓർത്തു വെക്കാം. എസ്പെഷ്യലി സദേൺ ഇന്ത്യയുടെ ഭാഗത്താണ് കാണുന്നത്. മറ്റൊരാൾ ഗറിയൽ ആണ്. ഗറിയൽ ആക്ച്വലി ക്രൊക്കഡൈൽ സ്പീഷീസിന് ഉള്ളിൽ പെടുന്ന ആളാണ് ഗറിയൽ. നോർമൽ ക്രൊക്കഡൈലിനേക്കാളും ഇവരെ ലൈക്ക് ഈ ഒരു ഭാഗം കണ്ടോ, ഇറ്റ് ഇസ് എലോങ്ങേറ്റഡ്. അതാണ് ഗറിയലിനെ നമ്മൾ തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന ഭാഗം. ആൻഡ് ഗറിയൽ നോക്കാം, ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ്. സൈറ്റ്സിൽ അപ്പൻഡിക്സ് 1 WPA ഷെഡ്യൂൾ 1 ക്രിട്ടിക്കലി എൻഡേഞ്ചർ ആണ്. ക്രിട്ടിക്കലി എൻഡേഞ്ചർ ആൾക്കാർ പ്രത്യേകം ശ്രദ്ധിച്ചു നോക്കണേ. It is one of the largest crocodilian species with males reaching 16 to 20 feet in length. Females typically grow to length of 11 to 15 feet. They have thick skin covered with smooth epidermal scales and that do not overlap. The snout of the gharial is uniquely the thinnest and most elongated among the crocodilians. അതായത് സാധാരണ മുതലേക്കാളും ലൈക്ക് അവർ ആ ഒരു ഭാഗം ലൈക്ക് വളരെ തിന്നായിട്ട് നീണ്ടു നിൽക്കുന്നു. ഞാൻ നേരത്തെ കാണിച്ചു തന്നില്ലേ. In addition, adult males sport a large bulb at the tip of the snot called ghara. അതായത് അഡൾട്ട് മെയിൽസിന് അവർ ആ സ്നോട്ടിന്റെ ടിപ്പിലായിട്ട് they have a bulb like structure. ഇതിനെയാണ് ഘാര എന്ന് പറയുന്നത്. ഈ ഘാരയിൽ നിന്നാണ് ഘരിയൽ എന്നുള്ള പേര് വരുന്നത്. It is also the most aquatic of all crocodiles. മറ്റ് ലൈക്ക് മഗർ ക്രൊക്കഡൈൽസ് ഉണ്ട്, സോൾട്ട് വാട്ടർ ക്രൊക്കഡൈൽ ഉണ്ട്. മറ്റ് ക്രൊക്കഡൈൽസ് വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ജലാംശം അല്ലെങ്കിൽ വെള്ളത്തിൽ ജീവിക്കുന്ന, ഏറ്റവും കൂടുതൽ വെള്ളത്തുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആരാണ്? That is gharial. Distribution, its range spanned the rivers of Bangladesh, Bhutan, India, Myanmar, Nepal and Pakistan. അപ്പോൾ ആ ഒരു ഭാഗത്തിൽ ഒട്ടുമിക്ക സ്ഥലത്തുണ്ട്. Their major population occurs in 3 tributaries of Ganga river. ചമ്പൽ, വെരി വെരി ഇമ്പോർട്ടന്റ്. ഗറിയലുമായി ബന്ധപ്പെട്ട് എപ്പോഴും ഓർത്ത് വെക്കേണ്ട പേരാണ് ചമ്പൽ എന്നുള്ളത്. ഗിർവ റിവേഴ്സ് ഇൻ ഇന്ത്യ ആൻഡ് ദി റാപ്തി നാരായണി റിവേഴ്സ് ഇൻ നേപ്പാൾ. ഗറിയൽ ഈസ് ചെമ്പൽ, അങ്ങനെ കണക്ട് ചെയ്ത് വെക്കണം എന്തായാലും. ദി ഗറിയൽ റിസർവ്സ് ഓഫ് ഇന്ത്യ ആർ ലൊക്കേറ്റഡ് ഇൻ 3 states, ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, രാജസ്ഥാൻ. ഈ 3 സ്ഥലത്താണ് മേജർലി ഗറിയൽ റിസർവ്സ് ഉള്ളത്. ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, രാജസ്ഥാൻ. കാരണം ഈ പറയുന്ന ഗംഗയും അതേപോലെ ചമ്പലൊക്കെ ഒഴുകുന്ന സ്റ്റേറ്റ്സിലാണ് കൂടുതലും കാണുന്നത്. Then ബേർഡ്സിൽ ഒരു ഇമ്പോർട്ടന്റ് ആളാണ് ഇന്ത്യൻ വൾച്ചർ. കാരണം ഇന്ത്യൻ വൾച്ചർ ഇസ് ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ്. സൈറ്റ്സിൽ അപ്പൻഡിക്സ് 2 WPA ഷെഡ്യൂൾ 1 സൈറ്റ്സിൽ അപ്പൻഡിക്സ് 2. അതേപോലെ ക്രിട്ടിക്കലി എൻഡേഞ്ചർ ആണ് ഇന്ത്യൻ വൾച്ചർ, കഴുകൻ. ഇന്ത്യൻ വൾച്ചറും ന്യൂസിൽ വരാൻ കാരണം ഡിക്ലൈൻ ഇൻ പോപ്പുലേഷൻ. ദി ഇന്ത്യൻ വൾച്ചർ ഇസ് ആൻ ഓൾഡ് വേൾഡ് വൾച്ചർ നേറ്റീവ് ടു ഏഷ്യ, also known as Indian long-billed vultures due to their comparatively longer beak. അപ്പോൾ മറ്റ് വൾച്ചർ കമ്മ്യൂണിറ്റിയേക്കാൾ ബീക്കിന് നീളം കൂടുതലാണ് ആർക്ക്? ഇന്ത്യൻ വൾച്ചറിന്. മീഡിയം സൈസ്ഡ് ആൻഡ് ബൾക്കി സ്കാവഞ്ചേഴ്സ് ഫീഡിംഗ് മോസ്റ്റ്ലി ഓൺ ദി കാർക്കാസ് ഓഫ് ഡെഡ് ആനിമൽസ്. അറിയാലോ, ലൈക്ക് സ്കാവഞ്ചേഴ്സ് ആണ്. ഫീമെയിൽസ് ഓഫ് ദി സ്പീഷീസ് ആർ സ്മോളർ ദാൻ മെയിൽസ്. ഫീമെയിൽസ് ഇവിടെ കമ്പാരിറ്റീവ്ലി മെയിൽസിനേക്കാൾ ചെറുതാണ്. ഡിസ്ട്രിബ്യൂഷൻ, ദീസ് ആർ നേറ്റീവ് ടു ഇന്ത്യ, പാകിസ്ഥാൻ ആൻഡ് നേപ്പാൾ. Habitat usually found in savannas and other open habitats around villages, cities near cultivated areas. അപ്പോൾ പൊതുവെ ഇന്ത്യ, പാകിസ്ഥാനൊക്കെ നോർത്ത് വെസ്റ്റേൺ ഭാഗത്തൊക്കെ ആയിട്ട് കൂടുതൽ കാണുന്നതാണ് ഇന്ത്യൻ വൾച്ചർ എന്ന് പറയുന്നത്. ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് ആണെന്ന് ഓർത്ത് വയ്ക്കുക. ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടന്റ്, യു ഷുഡ് റിമെമ്പർ. അപ്പോൾ അതേപോലെ ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് ആയ ഒരു ബേർഡ് ആണ് ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ് എന്ന് പറയുന്നത്. സോ ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ് ഇസ് ബേസിക്കലി എ ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് ബേർഡ്. IUCN Red List, critically endangered. CITES Appendix 1, WPA Schedule 1. ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ് എണ്ണം വളരെ വളരെ കുറവാണ്. ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ് എന്ന് പറയുമ്പോഴും മനസ്സ് പോകേണ്ട സ്ഥലമാണ് ഗുജറാത്ത്, രാജസ്ഥാൻ, ആ ഭാഗത്തേക്ക് ചിന്ത പോകണം. ഓക്കെ, ഫിഗർ ഒന്ന് നോക്കി വെച്ചേക്ക്. ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ്. The Supreme Court constituted a committee to balance their conservation. The Great Indian Bustard, the state bird of Rajasthan, is considered India's most critically endangered bird. അപ്പോൾ അവരുടെ കൺസർവേഷന് വേണ്ടി സുപ്രീം കോടതി ഇടപെട്ടു എന്നുള്ള വാർത്തയാണ് ഉണ്ടായത്.
It is considered the flagship grassland species representing the health of grassland ecology. അപ്പോൾ ഗ്രാസ്ലാൻഡിലെ ഹെൽത്ത് നമുക്ക് കാണിക്കുന്നതാണ് എന്ത് ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ് എന്ന് പറയുന്നത്. ഇറ്റ്സ് പോപ്പുലേഷൻ ഇസ് കൺഫൈൻഡ് മോസ്റ്റ്ലി ടു രാജസ്ഥാൻ ഗുജറാത്ത്. ഞാൻ പറഞ്ഞില്ലേ രാജസ്ഥാൻ ഗുജറാത്തിലേക്ക് ചിന്ത പോകണം. ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ് എന്ന് പറയുമ്പോൾ സ്മോൾ പോപ്പുലേഷൻ ഇൻ മഹാരാഷ്ട്ര, കർണാടക ആൻഡ് ആന്ധ്രാപ്രദേശ്. ഇവിടെയൊക്കെ ഉണ്ട്, പക്ഷെ രാജസ്ഥാൻ ഗുജറാത്തിലാണ് മേജർലി വരുന്നത്. It can easily be distinguished by its black crown on the forehead, contrasting with the pale neck and head. Forehead il nokku kanda oru black crown. Okay, you can see the black crown in the forehead. Appo adana അതിന്റെ significance ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ ഉപയോഗിക്കുന്നത്. The body is brownish and the wings are marked with black, brown and grey. ഇവരെ ലൈക്ക് പോപ്പുലേഷൻ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് നമ്മൾ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്. ലൈക്ക് ഫോർ എക്സാമ്പിൾ there was an initiative called as ഫയർഫ്ലൈ ഡൈവേർട്ടേഴ്സ്. അതായത് ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ്സ് ഇവരുടെയൊക്കെ ഈ ഇലക്ട്രിക് ലൈൻസിൽ വന്ന് ഇലക്ട്രിക്യൂഷൻ വഴി അതിൽ വന്ന് പെട്ട് ഷോക്ക് അടിച്ച് മരിക്കുന്നൊക്കെ സ്ഥിരമായി ന്യൂസിലുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ പോപ്പുലേഷൻ കുറഞ്ഞു വന്നപ്പോൾ ലൈക്ക് നമ്മുടെ ഇലക്ട്രിക് പോസ്റ്റിലെ ലൈക്ക് ഇലക്ട്രിക് ലൈൻസിലെല്ലാം ചെറിയ ചെറിയ ലൈറ്റ്സ്, ഇലിമിനേഷൻ ലൈറ്റ്സ്, ഈ ഫയർഫ്ലൈ അതായത് മിന്നാമിനിങ് പോലുള്ള ലൈറ്റ്സ് വെച്ചപ്പോൾ ദേ സ്റ്റാർട്ടഡ് ടു ലൈക്ക് അതിൽ നിന്ന് മാറിപ്പോയി തുടങ്ങി. അപ്പോൾ ഫയർഫ്ലൈ ഡൈവേർട്ടേഴ്സ് ഇവരെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. They breed mostly during the monsoon season when females lay a single egg on open ground. ഇത് ഇവരുടെ ലൈക്ക് പോപ്പുലേഷൻ കുറയാനുള്ള വൺ ഓഫ് ദി റീസൺ എന്താ വെച്ചാൽ ഇവർ എഗ് ലേ ചെയ്യുന്ന എവിടെയാ ഓപ്പൺ ഗ്രൗണ്ടിലാണ്. അപ്പോൾ എളുപ്പത്തിൽ നാശമായി പോകാനും മറ്റു സ്പീഷീസ് ലൈക്ക് മറ്റു ആനിമൽസ് അതിനെ അറ്റാക്ക് ചെയ്യാനൊക്കെ സാധ്യത കൂടുതലാണ്. ദീസ് ബേർഡ്സ് ആർ ഓപ്പർച്യൂണിസ്റ്റ് ഈറ്റേഴ്സ്. ഈ വാക്ക് ശ്രദ്ധിക്കണം, ഓപ്പർച്യൂണിസ്റ്റ് ഈറ്റേഴ്സ്. ഈ വാക്ക് ശ്രദ്ധിക്കണേ. ഓപ്പർച്യൂണിസ്റ്റ് ഈറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? They have wide variety of food. ലൈക്ക് അവർക്ക് പല വെറൈറ്റി ഓഫ് ഫുഡ് എടുക്കാൻ പറ്റും. അതായത് അവിടെ ലൈക്ക് അവരുടെ സർവൈവൽ ചാൻസ് കൂടുതലാണ് വേണ്ടത് ശരിക്കും ഓപ്പർച്യൂണിറ്റി തിയേറ്റർ ആകുമ്പോൾ. അതായത് ലൈക്ക് വാട്ട് ഓൾ തിങ്സ് ആർ അവൈലബിൾ അവർക്ക് അത് കഴിക്കുവാൻ പറ്റും. അവരെ വിളിക്കുന്നതാണ് ഓപ്പർച്യൂണിസ്റ്റിക് ഈറ്റേഴ്സ് എന്നുള്ളത്. Their diet ranges widely depending upon the season, availability of food. They feed on grass seeds, insects like grasshoppers and beetles, sometimes even small rodents and reptiles. അപ്പോൾ അങ്ങനെ ലൈക്ക് എന്താണ് അവൈലബിൾ അത് അവർക്ക് കഴിക്കാൻ പറ്റും. This species has a current viable population of 100 to 150 individuals in India and mainly survives in the Thar desert of Rajasthan and holds about 100 individuals. അപ്പോൾ ആകെ സ്പീഷീസിന്റെ എണ്ണം വളരെ വളരെ കുറവാണ്. അപ്പോൾ ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് ആണ് ആര്? നമ്മുടെ ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ്. നമ്മുടെ ലാസ്റ്റ് സ്പീഷീസ് ആണ് അമൂർ ഫാൽക്കൺ. ഇതും ബേർഡ് ആണ്. IUCN റെഡ് ലിസ്റ്റ് നോക്കിയ ലീസ്റ്റ് കൺസേൺഡ് ആണ്. സൈറ്റ്സിൽ അപ്പൻഡിക്സ് 2 ആണ്. WPA ഷെഡ്യൂൾ 1 ആണ്. അമൂർ ഫാൽക്കൺ എന്ന് പറയാലോ ലൈക്ക് വലിയ ബേർഡാണ്. ഇത് ബേസിക്കലി ഇതിന്റെ ഒരു മൈഗ്രേറ്ററി ബേർഡ് ആണ്. ഇതെന്താ സംഭവം വെച്ചാൽ റീസെന്റ് ദി തമംഗ്ലോങ് ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ ഓഫ് മണിപ്പൂർ ഇമ്പോസ്ഡ് ആൻ ഇമ്മീഡിയറ്റ് ബാൻ ഓൺ ഹണ്ടിങ്, കാച്ചിങ്, കില്ലിംഗ് ആൻഡ് സെല്ലിംഗ് അമൂർ ഫാൽക്കൺ. ഈ അമൂർ ഫാൽക്കൺ ആക്ച്വലി സൈബീരിയയിൽ നിന്ന് അല്ലെങ്കിൽ നദേൺ ചൈനയിൽ നിന്നൊക്കെ ട്രാവൽ ചെയ്ത് ലൈക്ക് ദേ ആർ ഗോയിങ് ടു ആഫ്രിക്ക. അപ്പോൾ അവരെ വൺ ഓഫ് ദി റെസ്റ്റിംഗ് പ്ലേസ് ആണ് നമ്മുടെ നോർത്ത് ഈസ്റ്റേൺ പാർട്ട് ഓഫ് ഇന്ത്യ. അപ്പോൾ ഇവർ വരുന്ന സമയത്ത് ഇവരെ അറ്റാക്ക് ചെയ്യുകയും ഇവരെ പിടിക്കുകയൊക്കെ ചെയ്യുന്നത് ലൈക്ക് അവിടുത്തെ ഒരു മേജർ പരിപാടിയാണ്. അപ്പോൾ അതിന് ബാൻ ചെയ്തുകൊണ്ട് ലൈക്ക് മണിപ്പൂരിലെ ഒരു ജില്ലയിൽ ഒരു ഓർഡർ. ഇതാണ് ന്യൂസിൽ വരാൻ കാരണം. They breed in southeastern Siberia and northern China and migrate along distance in large flocks to winter in southern and east Africa. The one-way journey via India is about 20,000 kilometers long and the birds do this twice a year. വർഷത്തിൽ 2 പ്രാവശ്യം എന്ന വണ്ണം ഇവർ എന്ത് ചെയ്യും? 20,000 കിലോമീറ്റർ മൈഗ്രേറ്റ് ചെയ്യുന്ന പറയുന്നത്. They are insectivorous but may also consume small vertebrates. അപ്പോൾ അമൂർ ഫാൽക്കൺ ഒന്ന് ഓർത്ത് വെച്ചേക്കാം. ഓക്കെ, അവരെ കൺസർവേഷൻ സ്റ്റാറ്റസ് നമ്മൾ പറഞ്ഞു, അതും കൂടി ഒന്ന് ഓർത്ത് വെച്ചേക്കാം. സോ ഇത്രയുമാണ് മേജർ സ്പീഷീസ് ഇൻ ന്യൂസ്. അപ്പൊ ഞാൻ കൃത്യമായി ലൈക്ക് കഴിഞ്ഞൊരു വർഷം ന്യൂസിൽ വന്ന സിഗ്നിഫിക്കന്റ് ആയ സ്പീഷീസിനെ മാത്രമേ ചൂസ് ചെയ്തിട്ടുള്ളൂ. ധാരാളം സ്പീഷീസ് ന്യൂസിൽ വന്നിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മൾ ഇമ്പോർട്ടന്റ് ആയ പല സ്പീഷീസിനെ ഞാൻ പറഞ്ഞിട്ടില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇന്ത്യൻ ടൈഗറൊക്കെ സ്ഥിരമായി നിങ്ങൾക്ക് ന്യൂസ് കിട്ടാനോ അല്ലെങ്കിൽ അതിന് ഡാറ്റ കിട്ടാനോ ബുദ്ധിമുട്ടില്ലാത്ത കാരണമാണ് ടൈഗർ പോലുള്ള സ്പീഷീസിനെ ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്. അതേപോലെ മറ്റ് ടൈപ്പ് ഓഫ് ക്രൊക്കഡൈൽസ്, ഗറിയൽസ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ലൈക്ക് ഇതേപോലെ നമ്മൾ എല്ലാ സ്പീഷീസും പറയുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി എ ലോങ് സെഷൻ. ബട്ട് ദീസ് ആർ ദി ഇമ്പോർട്ടന്റ് സ്പീഷീസ്. UPSC പൊതുവെ ഞാൻ പറഞ്ഞല്ലോ എല്ലാ വർഷവും ന്യൂസിൽ വന്ന സ്പീഷീസിനെ ബേസ് ചെയ്താണ് കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കാറുള്ളത്. അപ്പോൾ കഴിഞ്ഞൊരു വർഷം ന്യൂസിൽ വന്ന സിഗ്നിഫിക്കൻ്റ് ആയ സ്പീഷീസിന്റെ ലിസ്റ്റും അവരെ പറ്റിയുള്ള ബേസിക് ഡേറ്റയാണ് നമ്മൾ 2 പാർട്ടായിട്ടുള്ള വീഡിയോസിൽ കണ്ടത്. ഓക്കെ, സോ കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസ് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്.